എന്റെ പേര് ജെയ്സൺ. പാലക്കലാണ് സ്ഥാപനം. വിവേക് എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ടേഴ്സ് എന്നാണ് പേര്. ഞാൻ ഏകദേശം ഒരു 38 വർഷത്തോളമായി ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട്, ഫാക്ടറി തുടങ്ങിയിട്ട്. അന്നെല്ലാം നമ്മൾ ഫാബ്രിക്കേഷൻ വർക്കുകളാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. പള്ളികളുടെയും അതുപോലെ പെട്രോൾ പമ്പുകള്, ഹെവി ടൈപ്പ് വർക്കുകളാണ് ആദ്യം ചെയ്തുകൊണ്ടത്. പിന്നെ ജൂബിലി മിഷനിലെ വർക്കുകൾ, അത്യാവശ്യം എല്ലാ ബ്രിഡ്ജുകള്, അങ്ങനെ പല വർക്ക്, പിന്നെ പ്രീ ഫാബ് വർക്കുകള് ആ കാലത്തേക്കും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് ഇവിടെ പലതരത്തില് ആളുകൾ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങി. സൈറ്റിൽ വന്ന് കുറച്ച് പൈപ്പ് എടുത്തിട്ട് വെൽഡ് ചെയ്ത് അങ്ങനത്തെ ഒരു സിസ്റ്റം വന്നപ്പോൾ നമ്മൾ അതിൽ നിന്ന് പിൻവലിച്ചു. പിന്നെ ഞങ്ങൾ മെഷീനറി മാനുഫാക്ചറിംഗിലേക്ക് കടന്നു. മെഷീനറി മാനുഫാക്ചറിംഗ് മെയിൻ ആയിട്ട് ഞങ്ങൾ ഈ ഗോൾഡ് പോളിഷ് ചെയ്യുന്ന മെഷീനാണ് മെയിൻ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഇൻസനറേറ്ററും. അപ്പൊ ഇത് രണ്ടാണ് മെയിൻ പ്രൊഡക്ഷൻ. അപ്പൊ ഈ ഗോൾഡിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഗോൾഡ് മാനുഫാക്ചേഴ്സിന് ഇത് ഈ മെഷീൻ അധികം ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്ത് ഈ ബഫിംഗ് സിസ്റ്റത്തിന് മാറ്റിയിട്ട് ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബോൾ ഉപയോഗിച്ചിട്ട് റബ്ബ് ചെയ്ത് പോളിഷ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അത് 15 മിനിറ്റില് മിറർ പോളിഷ് ആയി കിട്ടുന്ന ഒരു മെഷീനാണ്. അത് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള ആളുകള് ഞങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ മിക്സിംഗ് യൂണിറ്റ് വരെ ഈ മെഷീനിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. മിക്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ഇൻസൈഡ് ബ്ലൈഡ് ഇല്ല. സാധാരണ മിക്സിംഗ് യൂണിറ്റിന് ബ്ലൈഡ് ഉണ്ട്. ഇത് ബ്ലൈഡ് ഇല്ലാത്ത ഒരു ഡ്രമ്മാണിത്. ആ ഡ്രമ്മിന് ഹൈ വൈബ്രേഷൻ കൊടുത്തിട്ട് മൈക്രോ വൈബ്രേഷൻ ലെവലിൽ ഇതിന് മിക്സ് ചെയ്യാം. അത് ഏത് മിക്സിങ്ങിനേക്കാളും വളരെ ഫൈനായിട്ട് മിക്സ് ചെയ്യാൻ പറ്റാവുന്ന ഒരു മെഷീനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പലപ്പോഴും ഞങ്ങൾക്ക് 1-2 കേസുകളിൽ നിന്ന് വന്നത്, ഒന്ന് ഈ കായം ഉണ്ടാക്കുന്നതിന് അതിന്റെ 2 ഐറ്റംസ് മിക്സ് ചെയ്യണം. അത് വളരെ കോംപ്ലിക്കേറ്റഡും പെട്ടെന്ന് സെറ്റ് ആവുമ്പോൾ ക്ലീനിങ് പർപ്പസ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. അത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഞങ്ങൾ ഡ്രം ഉണ്ടാക്കി. ബ്ലേഡ് ഇല്ലാത്ത കാരണം അത് വളരെ രസകരമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റി. പിന്നെ വരുന്നത് നമുക്ക് ഈ ഗ്രീസ് ഉണ്ടാക്കണ ഒരു പ്രൊജക്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ അതുപോലുള്ള മിക്സിംഗ് യൂണിറ്റ് വളരെ ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് ആർക്കും അറിയില്ല. അത് കാരണം എന്താ വെച്ചാൽ ഈ വൈബ്രോയില് സാധാരണ ഈ പോളിഷിങ്ങും ഡീബറിങ്ങും ഡീസ്കെയിലിങ്ങും ഫയലിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ഗോൾഡിന്റെ മാനുഫാക്ചറിങ് മാത്രമുള്ളത് കൊണ്ട് നമ്മൾ അതിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് പലതരത്തിലുള്ള ഉപയോഗങ്ങൾക്ക് നടക്കുന്നുള്ളത്. ആയതുകൊണ്ട് ഞങ്ങള് ഇപ്പോ ഈ ഓട്ടുപാത്രങ്ങള്, പിച്ചള പാത്രങ്ങള്, അങ്ങനെയുള്ള പാത്രങ്ങൾ പോളിഷ് ചെയ്യാനുള്ള വലിയ മെഷീനുകൾ ഇപ്പൊ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അത് ഇവിടെ കേരളത്തില് ഒരുവിധം കുഴപ്പമില്ല. പിന്നെ ബാംഗ്ലൂർ സൈഡിൽ സിൽവറിന്റെ പാത്രങ്ങള്, ഓർണമെന്റ്സ് കൂടാണ്ട് പാത്രങ്ങളും അതുപോലെ സ്റ്റാച്യൂസ്, ഇതൊക്കെ ഞങ്ങള് പോളിഷ് ചെയ്യാനുള്ള മെഷീൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇത് വലിയൊരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ് ഈ വൈബ്രോ പോളിഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അത് നമ്മുടെ അവിടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് അങ്ങോട്ട് കൂടുതൽ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പുറത്താണ് ഉപയോഗം. തമിഴ്നാട്ടില് അതുപോലെ കർണാടകയില് ഒക്കെയാണ് നന്നായിട്ട് ഉപയോഗമുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് സാധാരണ ഒരു കോയമ്പത്തൂർക്ക് അത്യാവശ്യം കുറച്ച് മെഷീനുകളൊക്കെ കയറ്റി വിടുന്നുണ്ട്. അതുപോലെ കർണാടകയിലും ചെന്നൈയിലും വിടുന്നുണ്ട്. അത് ഒരുവിധം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പൊ ഗൾഫ് നാടുകളിലേക്ക് കുറച്ച് നമ്മൾ പരിചയമുള്ള ആൾക്കാർ വഴിക്ക് അത്യാവശ്യം പോകുന്നുണ്ട്. ഏകദേശം 30 വർഷത്തോളമായി ഈ ഫീൽഡിൽ ഉണ്ടായിട്ട് വൈബ്രോ പോളിഷിംഗ് മെഷീൻ ഉണ്ടാക്കിയിട്ട്. ഇതാണ് നമ്മുടെ ഗോൾഡ് പോളിഷിംഗ് നോയ്സ്ലെസ് എന്ന് പറഞ്ഞ മെഷീൻ. ഏറ്റവും ചെറിയ മെഷീൻ ഇതാണ്. ഇത് 1 കിലോ ഓർണമെന്റ്സ് ഇടാവുന്ന മെഷീനാണ്. ഇതിൽ നമ്മളൊരു മീഡിയ എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ മീഡിയ ആണ്. അത് 1 mm മുതൽ 3.5 mm വരെ ഡയമീറ്റർ ഉള്ള ബോൾസ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അത് ഒരു 15 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-50,000 എണ്ണൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതുപോലെ അതിന്റെ വർക്കിംഗ് ഉണ്ടാവും. ഇപ്പൊ ഇതിൽ കാണാൻ പറ്റും. ഈ ബോൾ ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഓർണമെന്റ്സ് അതിൽ ഇടുമ്പോ ഈ വൈബ്രേഷനും റബ്ബിംഗ് ആണ് ചെയ്യുന്നത്. ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോള് റബ്ബ് ചെയ്ത് അത് മിറർ പോളിഷ് ആയി വരും. മാക്സിമം 10-15 മിനിറ്റ് കൊണ്ട് മിറർ പോളിഷ് ആയി വരും. അതാണ് ഈ മെഷീന്റെ പ്രവർത്തനം. ഇതാണ് അതിന്റെ വർക്കിംഗ്. വളരെ റൊട്ടേറ്റ് ചെയ്ത് റബ്ബിങ് നടക്കുകയാണ് ഇതില്. ചെറിയ ബോളുകൾ തൊട്ട് വലിയ ബോളുകൾ അരിയുണ്ട് ഇതില്. ഇത് നമ്മുടെ സ്ക്വയർ ടൈപ്പ് മോഡലുള്ള ഒരു മെഷീനാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹെവി ടൈപ്പ് ഓർണമെന്റ്സ് ഇട്ട് പോളിഷ് ചെയ്യാനുള്ള. അതുകൊണ്ടാണ് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഇതിന്റെ ബോഡി ഡ്രം ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ റബ്ബർ ലൈനിങ്ങോ അല്ലെങ്കിൽ PU ലൈനിങ്ങോ ആണ് പതിവ്. അപ്പൊ അതിന് പകരം ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പോളിഷ് ആവും. ഇതിന് വൈബ്രേഷൻ കൂടുതലുണ്ടാവും. വളരെ
ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കും. പക്ഷെ ലൈറ്റ് വെയിറ്റ് ഐറ്റംസ് ഇതിൽ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിന് റബ്ബർ ലൈനിങ്ങോ അല്ലെങ്കിൽ PU ലൈനിങ്ങോ ഉള്ള ഡ്രം ആയിരിക്കും ഉപയോഗിക്കുക. ഇതാണ് വേറെ ടൈപ്പ് മോഡൽ മെഷീൻ. ഇതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മീഡിയ ഇതിന് ഉപയോഗിക്കുന്നത്. ഇതാണ് വൈബ്രേറ്റ് ചെയ്ത് റബ്ബ് ചെയ്ത് പോളിഷ് ചെയ്യുന്ന റോ മെറ്റീരിയൽ. ഈ സ്ക്വയർ മോഡലിലെ ഏറ്റവും ചെറിയ മെഷീനാണ്. ഇതിന്റെ ക്ലോസ് ടൈപ്പ്. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ മീഡിയ, സ്റ്റെയിൻലെസ് സ്റ്റീൽ മീഡിയ ഇടുക. ഇത് ഏകദേശം ഒരു 10-15 കിലോ മീഡിയ ഇതിലിടാം. അത് വൈബ്രേറ്റ് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിന്റെ ഇൻസൈഡ് ലൈനിങ് ചെയ്യുന്നത് PU ലൈനിങ് ആണ്. സാധാരണ നമ്മൾ റബ്ബറാണ് ചെയ്യാറ്. ഇപ്പൊ സ്ക്വയറിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് PU ലൈനിങ് കൊണ്ടുവന്നത്. മറ്റേ റൗണ്ട് കംപ്ലീറ്റ് PU ആണ്. ഈ സ്ക്വയറിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു PU ലൈനിങ് കൊണ്ടുവന്നത്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ജോയിന്റ് ഫ്രീ ആണത്. മറ്റേ റബ്ബർ ആകുമ്പോൾ നമ്മൾ ചെറിയൊരു ജോയിൻ ചെയ്തിട്ട് അതിൽ ജോയിൻ ചെയ്തിട്ട് വെൽക്കനൈസിങ് ചെയ്യുക പതിവ്. അപ്പൊ അതിന് വ്യത്യസ്തമായിട്ട് ഇത് ചെയ്തപ്പോ ഇതിന് പ്രത്യേക ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ സൗണ്ട് കുറച്ച് കുറവുണ്ട് ഇങ്ങനെ ചെയ്തപ്പോ. അപ്പൊ അങ്ങനെയുള്ള ഒരു മെഷീനാണ് ഇത്. ഈ വൈബ്രോ പോളിഷിംഗ് അല്ലെങ്കിൽ വൈബ്രോ മെഷീനറിയെ സംബന്ധിച്ച് ഏത് ഡൗട്ടുകളും ഏത് പ്രശ്നങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അത് അത്രയധികം സ്വന്തം എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണിത്. അപ്പൊ ഇത് സംബന്ധമായിട്ട് ആർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് അത് പഠിപ്പിക്കാനും ചെയ്തു കൊടുക്കാനും സാധിക്കും. കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ IT കഴിഞ്ഞിട്ടാണ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. IT കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മള് ഒരു 3 വർഷം ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തു. അന്ന് നമ്മള് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ രാവിലെ 7:30 ഇറങ്ങി കഴിഞ്ഞാൽ 10 മണി വരെയാണ് വർക്ക് എന്ന് പറഞ്ഞാൽ അന്ന് 8 രൂപയാണ് ഡെയിലി സാലറി. അപ്പൊ അത് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ കമ്പനി തുടങ്ങുക 9 മണിക്കാണ്. പക്ഷെ അതിക്ക് മുമ്പായിട്ട് ഡ്രോയിങ് ചെയ്യല്, വർക്കേഴ്സിന് വർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കല്, അങ്ങനത്തെ പരിപാടികളായിട്ട് 3 വർഷത്തോളം ജോലി ചെയ്തു. അപ്പൊ ആ ഒരു അധ്വാനത്തിന്റെ ഫലം ശരിക്കും മനസ്സിലായി. ഹാർഡ് വർക്കിങ്ങും അതുപോലെ കൂടുതൽ ടൈം വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു ത്രില്ല് പോലെയായിരുന്നു അതന്ന്. അതിനുശേഷം എനിക്ക് KSRTC തൃശ്ശൂർ മലപ്പുറത്ത് ഒരു ജിന വർക്ക്ഷോപ്പില് അപ്രന്റീഷിപ്പായിട്ട് കിട്ടി. ആ ഒരു വർഷം നമ്മൾ പോയപ്പോ നമ്മള് പ്രൈവറ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തില് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനും ചെയ്തത്. അപ്പൊ നമ്മൾ കേരളത്തിന് നമ്മൾ അന്ന് കാലത്ത് വളരെ ബെസ്റ്റ് ആയിട്ട് ചെയ്തിരുന്നു. എല്ലാവരും നല്ല അധ്വാനശീലരായിരുന്ന ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറായുള്ള ഇഷ്ടംപോലെ ജോലിക്കാരനായിരുന്നു. ഇപ്പൊക്കെ സിസ്റ്റം മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മൾ അതുകൊണ്ട് പിന്നെ വേറെ മറിച്ച് ചിന്തിക്കേണ്ട ഒന്നില്ല. ഇപ്പോ കുറച്ച് ചിന്ത വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ഏജിക്കും കഴിഞ്ഞു തുടങ്ങി. അങ്ങനെ അതുകൊണ്ടാണ് ഞങ്ങള് ഇത് ഇപ്പോ ഈ മിഷൻ പൊതുവെ ഉണ്ടായിരുന്നത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഗംഭീര സൗണ്ട് അത് മിഷൻ. ഇതുവരെ എല്ലാവരും ഇറക്കിയത് അത് ചെവി ഇങ്ങനെ ഒരു പ്രത്യേക വേദന ഉണ്ടാവും ചെവിക്ക്. അങ്ങനെ ഒരു പ്രത്യേക സൗണ്ടുള്ള മെഷീനാണിത്. ഫസ്റ്റ് ഞങ്ങള് അത് ക്ലോസിംഗ് ടൈപ്പ് ആക്കിയപ്പോ പലയിടത്തും ഗുജറാത്തിൽ നിന്ന് ഇത് മെയിൻ ആയിട്ട് വരുന്നത്. കേരളത്തില് ശരിക്കും ഞങ്ങളൊരു മോണോപോളി പ്രൊഡക്ഷൻ ആണ്. അപ്പോ ഗുജറാത്തിൽ നിന്ന് വരുന്ന മെഷീന് ഇതുപോലെ സൗണ്ട് ഗംഭീരമാണ്. അപ്പൊ ഞങ്ങള് ആ സൗണ്ടിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു തിങ്കിങ് എടുത്തു. അങ്ങനെ ഒരു പുതിയൊരു മോഡൽ ഡിസൈൻ ചെയ്തു. ആ ഡിസൈനിങ് വളരെ സക്സസ് ആയി. വളരെ സൗണ്ട് ഇല്ലാണ്ട് നല്ല രസമായിട്ട് പോളിഷ് ചെയ്യാം, ഏത് സാധനം പോളിഷ് ചെയ്യാം. അപ്പൊ ആ ഒരു മെഷീൻ ഇറക്കിയോടുകൂടി നമ്മുടെ ഇത് ശരിക്ക് പല സ്ഥലത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തില് എല്ലായിടത്തും ഈ സ്ക്വയർ മെഷീൻ മാറ്റി റൗണ്ട് ആക്കിക്കൊണ്ടിരിക്കുക, സൗണ്ട് ഇല്ലാത്ത മെഷീൻ. അതിപ്പോ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും കുറേശ്ശെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ സ്വന്തം ഡിസൈനാണ്, വേറൊരിടത്തിലും അത് കാണില്ല. നമ്മൾ വളരെ റീസണബിൾ ആയിട്ട് ഇപ്പൊ അത് കൊടുക്കുന്നുണ്ട്, വളരെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ശരിക്ക് ഗുജറാത്തിൽ നിന്ന് മിഷൻ വരുന്നുണ്ട്. ഏകദേശം ഞങ്ങൾ കൊടുക്കണമെങ്കിൽ ഹാഫ് വെയിറ്റിന് മിഷൻ വരുന്നുണ്ട്. പക്ഷെ അവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ലൈറ്റ് വെയിറ്റ് ഐറ്റംസ് ആണ് കൂടുതൽ. അപ്പൊ അതൊന്നും അവരെ മെഷീനിൽ ഇടാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ റേറ്റ് കൂടുതലായതുകൊണ്ട് കൂടുതൽ വർക്കുള്ള ആൾക്കാർ മാത്രമാണ് നമ്മുടെ മെഷീനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വലിയ കമ്പനികളും അതുപോലെ മാസ് പ്രൊഡക്ഷൻ ചെയ്യുന്നവരും. ഇവിടെ ഏകദേശം ഒരു 8 പേരുള്ളൂ. അപ്പൊ അവരെ വെച്ച് നമ്മളിത് ചെയ്യുന്നത് എല്ലാവരും സപ്പോർട്ടീവാണ്. പിന്നെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാത്തിനും മെഷീനായി. ഇപ്പൊ പണ്ട് ഹാൻഡ് വർക്ക് ചെയ്താർന്ന് ഒക്കെ മെഷീനായതുകൊണ്ട് നമുക്ക് എത്ര വർക്ക് വന്നാലും പ്രൊഡക്ഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഉണ്ടാക്കാനുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും ഓർഡറിനനുസരിച്ച് തന്നെ ആവണല്ലോ. മിക്കവാറും ഡിലേ വരുന്നുണ്ട്. ഓർഡർ നമ്മള് പറയുമ്പോഴാണ് ചിലപ്പോ ബുക്കിംഗ് ആയിട്ട് നിൽക്കണത്. എങ്ങനെ പോയാലും 2-3 മെഷീൻ ബുക്കിങ്ങിൽ ഉണ്ടാവും.
ഇന്ത്യയുടെ പുറത്ത് സൗദിയില്, മസ്കറ്റില് അവിടേക്കും പോയിട്ടുണ്ട് മിഷൻ. പിന്നെ അവിടേക്കാണ് ഈ ദുബായ്, ഗൾഫ് കൺട്രീസിലേക്കാണ് നമ്മള് മിഷൻ പോയിട്ടുള്ളത് ഇതുവരെയ്ക്ക്. നമ്മുടെ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ടബാണ് മെയിൻ ആയിട്ട്. ടബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർണമെന്റ്സ് ഉണ്ട് ആ ടബിന് വൈബ്രോ മോട്ടോർ ഉപയോഗിച്ചിട്ട് വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഷേപ്പ് കൊണ്ട് അതിന്റെ ഉള്ളിലുള്ള ഗ്രാനുവൽസ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ 1 mm മുതൽ 4 mm വരെയുള്ള തിക്നെസ്സിൽ ഡയമീറ്റർ ഉള്ള ബോൾസ് ആണ് ഇതിലിടുന്നത്. ഈ ബോൾസിന് വൈബ്രേറ്റ് ചെയ്യുന്നതോടുകൂടി അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റബ്ബ് ചെയ്ത് ഓർണമെന്റ്സ് പോളിഷ് ആവാണ് ചെയ്യുന്നത്. എല്ലാ സൈസ് 1 mm, 1.5, 2, 2.5, 3, 3.5, 4 ഇത്ര ഡയമീറ്റർ ഉള്ള ബോൾസ് ഉള്ള എല്ലാത്തിന്റെ ഇടയിൽ പോയിട്ട് അത് പോളിഷ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ആ മിഷന്റെ പ്രവർത്തനം. ഞങ്ങൾ പിന്നെ ഇൻസിനറേറ്ററാണ് പിന്നെ സെക്കൻഡ് വരുന്നത്, വേസ്റ്റ് കത്തിച്ച് കളയുന്നത്. അതായത് അത് പിന്നെ അതുപോലെ ലിക്വിഡ് വേസ്റ്റിന് നമ്മൾ ഒരു വേറെ സിസ്റ്റം കഴിഞ്ഞിട്ടുണ്ട്. അത് രണ്ടുമാണ് നമ്മൾ വേറെ ചെയ്യുന്നത്. പിന്നെ ഫാബ്രിക്കേഷൻ വർക്കൊക്കെ നമ്മളിപ്പോ തൽക്കാലം നിർത്തി വെച്ച് വെക്കാം. എനിക്ക് ഇതിക്ക് മുമ്പാട് ഒരു ബ്രിക്ക് യൂണിറ്റ് ഉണ്ടായിരുന്നു, ഇന്റർലോക്ക് ബ്രിക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ്. അപ്പൊ ആ സമയത്ത് വൈഫ് വന്നിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അമ്മയ്ക്ക് സുഖമില്ലാണ്ടായപ്പോ പിന്നെ ആള് പിന്നെ വീട്ടില് ഒതുങ്ങിക്കൂടുക ചെയ്തത്. പിന്നെ ഒരു 10 കൊല്ലം മുമ്പാട് മൂത്ത മകൻ ഒരു 3 കൊല്ലത്തോളം എന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ആ കൊറോണ ടൈം വന്നപ്പോ പിന്നെ ബാംഗ്ലൂര് അവന് ജോലി കിട്ടിയപ്പോ അങ്ങനെ പോയി. രണ്ടാമത്തെ ആള് അവൻ ബിടെക് കഴിഞ്ഞ് ഇപ്പോ എന്റെ കൂടെ 2-3 വർഷമായിട്ട് ആളുണ്ട്. അപ്പൊ ആള് ഈ ലൈനില് എന്നെ സഹായിക്കാനും അതുപോലെ അവൻ അവന്റേതായ ലെവലില് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മൂന്നാമത്തെ ആള് പറയുന്നത് പെൺകുട്ടിയാണ്. അവള് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയില് കൊക്കോ റിസർച്ച് സെന്ററിൽ ജോലി ചെയ്യുന്നു 4 വർഷമായിട്ട്. വിജയത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഒന്ന്, ഇതൊരു മോണോപോളി പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അധികം ആൾക്കാർ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാത്തതിന് കാരണം ഈ ഗോൾഡ് വളരെ കോസ്റ്റ്ലി മെറ്റീരിയൽ ആയതുകൊണ്ട് ഈ മെറ്റീരിയല് സ്റ്റാർട്ടിങ് പീരീഡിൽ ഞങ്ങൾ ഒരു 3-4 മാസത്തോളം ഭയങ്കര പ്രശ്നങ്ങൾ അതിജീവിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഈ മെഷീൻ ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക് കുറച്ച് ഡാമേജ് വന്നാലോ ഓർണമെന്റ്സ് നശിച്ചാലോ ഒരു വിഷമമില്ല. അപ്പൊ അത് കാരണം പുതിയ ആൾക്കാർക്ക് വരുമ്പോ അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഓർണമെന്റ്സ് നശിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ കയറി പറ്റാൻ പറ്റില്ല. അപ്പൊ അത് തന്നെ ഞങ്ങള് ഒരു വിജയമായിട്ട് മാറി. പൊതുവെ ഈ എന്ത് ഇൻഡസ്ട്രി തുടങ്ങിയാലും അതിൽ 100% കോൺസെൻട്രേറ്റ് ചെയ്യണം. അല്ലാണ്ട് പകുതി മനസ്സ് ജോലി ചെയ്യുന്നതിനും പകുതി വേറെ മനസ്സായി കഴിഞ്ഞാൽ ഒരിക്കലും അവൻ വിജയിക്കില്ല. ഞാനതുപോലെ ആയിരുന്നു. ഏകദേശം ഒരു 10 കൊല്ലത്തോളം എനിക്ക് ഇതുപോലത്തെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. അയ്യോ ഇത് വേണോ, അത് ജോലിക്ക് പോകണോ, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങള് നമുക്ക് ജോലി ഇല്ലാണ്ടാവുമ്പോഴും അങ്ങനത്തെ പ്രശ്നങ്ങള്. അങ്ങനെ വരുമ്പോ നമ്മള് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കണം. എന്നിട്ട് അത് ബെസ്റ്റ് ആയിട്ട് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ അവരെ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ 100% വിജയിക്കുന്നു എന്നുള്ളത് ഒരു സംശയമില്ല. വിവേക് എന്നുള്ള ബ്രാൻഡിലാണ് പോകുന്നത്. ഭാവി ഞങ്ങള് ഈ ഫിനിഷിംഗ് മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മിഷൻ ഉണ്ട്. അതായത് ഈ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് അതുപോലുള്ള വലിയ വലിയ ഹ്യൂജ് മെറ്റീരിയല് ഡീബറിങ് ഫിനിഷിങ് ചെയ്യാവുന്ന ഒരു മിഷൻ പ്രൊഡക്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഇനി കുറേയും കൂടി വിൻ ചെയ്യാനുണ്ട്. അത് അവസരം കിട്ടി കഴിഞ്ഞാൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ എക്സിബിഷൻ വഴിക്കാണ് എത്തിച്ചിരുന്നത്. ഒരു 10-30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടും വളരെയധികം ഓർഡേഴ്സ് നമുക്ക് കിട്ടാറുണ്ട്. സാധാരണ ഇന്റർനാഷണൽ ഗോൾഡ് എക്സ്പോയിൽ ഞങ്ങള് സാധാരണ ഒരു 3 കൊല്ലം കൂടുമ്പോൾ 1 കൊല്ലം പങ്കെടുക്കാറുണ്ട്. അങ്ങനെയാണ് കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാറ്. ഇത് വന്നിട്ട് വിവേക് എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ടേഴ്സ് തൃശ്ശൂരിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ വന്ന് പാലക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പാലക്കൽ നിന്ന് ആനക്കല്ലിലേക്ക് പോണ വഴിയിൽ ഒരു ഫർലാങ് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ കമ്പനി നിലനിൽക്കുന്നത്.